കേരളത്തിന്റെ വടക്കേ അറ്റം കാഞ്ഞങ്ങാട് നിന്നും തെക്കേ അറ്റമായ തിരുവനന്തപുരത്തെത്തി മാർഗം കളി അവതരിപ്പിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. സത്യരാജിനൊപ്പം അരുണിമ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർകോട്ടെ കാഞ്ഞങ്ങാട്ട് നിന്നും തിരുവനന്തപുരത്ത് മാർഗം കളിയുമായി എത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. അവർക്കൊപ്പം അവരുടെ അധ്യാപകരും എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുകയാണ് അവരെല്ലാവരും. ടീച്ചറെ, കാഞ്ഞങ്ങാട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളൊരു 20 വർഷത്തോളമായി സ്ഥിരമായിട്ട് നമ്മൾ മാർഗംകളി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷവും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ തലസ്ഥാന നഗരിയിൽ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു ഗ്രേഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാ വർഷവും മത്സരിക്കാൻ വരാറുണ്ട്. ഏകദേശം ഒരു 20 വർഷത്തോളം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പുതിയ അപ്ഡേഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇല്ല, നമ്മുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ, ഈ നമ്മൾ സംസ്ഥാന നഗരി വന്നപ്പോഴേ നല്ല ഒരു അനുഭവമാണ്. കാരണം വെച്ചാൽ എല്ലാവരുടെയും സഹകരണം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിടം തൊട്ട് നമ്മളൊരു ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ചെന്നല്ലോ, അവരുടെ അടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, എത്തേണ്ട സ്ഥലത്ത് ഇപ്പോൾ 25 വേദികളുണ്ടെങ്കിലും ഈ 25 വേദിയിലും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ അവർക്ക് നല്ല അറിയാം. ഓരോ സ്ഥലങ്ങളും അറിയാം. മറ്റു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവർ കുറേയൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴി തെറ്റിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇവിടെ അവരുടെ സഹകരണവും ഈ റെയിൽവേ സ്റ്റേഷനിലായാലും വന്ന് ഇറങ്ങുമ്പോൾ പോർട്ടേഴ്സിൻ്റെ സഹകരണം നല്ലൊരു സഹകരണമാണ്. മൊത്തത്തിൽ ഒരു നല്ല അനുഭവമാണ്. വിധി നിർണ്ണയത്തിൽ എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് അതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ തന്നെ? ശരിക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്. ശരിക്കും അവർ ഇതിനായിട്ട് പഠിച്ച ആൾക്കാർ തന്നെയാണ് എല്ലാ വർഷങ്ങളും തന്നെ കൃത്യമായിട്ട്. നമുക്ക് അതിലൊരിക്കലും ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല. നമ്മൾ പ്രതീക്ഷിക്കും. കാണുമ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്. കാണുമ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ ഈ ടീമിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിക്കും അത് തന്നെ കിട്ടലുണ്ട്. അപ്പം അതിനകത്തൊരു വിധി നിർണ്ണയത്തിൽ ഇന്നുവരെ ഒരു പോരായ്മ നമുക്ക് തോന്നിയിട്ടില്ല.